എന്താണ് ഈ കേൾക്കുന്നത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഏട്ടാ. വല്യേട്ടൻ ഇങ്ങനെ ഒരു എഴുത്തെഴുതി വെച്ചിട്ട് പോകുന്ന മാധവേട്ടന് വിശ്വസിക്കാൻ കഴിയൂ? രാവിലെ വേലക്കാരി പെണ്ണ് പാലെടുക്കാൻ വന്നപ്പോഴാ തിണ്ണയിൽ കത്ത് കിടക്കുന്ന കണ്ടത്. ഇന്നലെ എത്ര സന്തോഷത്തോടെ ഏട്ടൻ നമ്മളോട് സംസാരിച്ചത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏട്ടതെവിടെ? കാര്യം നമ്മുടെ ഓഫീസറാ, പക്ഷെ 100 കണക്കിന് കുടുംബങ്ങൾ തലേക്കൈ വെച്ച് പ്രാഗിട്ടുണ്ട്. അതിന്റെ ശിക്ഷയായിരിക്കും. പ്രിയമുള്ള രാജലക്ഷ്മിയും മക്കളും, സ്നേഹം നിറഞ്ഞ എന്റെ അനുജന്മാരും അറിയാൻ, നിങ്ങളോട് ചിരിച്ചും കളിച്ചുമൊക്കെ നിൽക്കുമെങ്കിലും കുറെ ദിവസമായി മനസ്സിന് തീരെ സ്വസ്ഥതയില്ല. തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകുന്നു എന്നൊരു തോന്നൽ. പണവും സുഖവും ആർഭാടവും ഒക്കെ മതിയാക്കാൻ ആരോ വിളിച്ചു പറയും പോലെ ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ധാരാളം ചെയ്തിട്ടുണ്ട്. എല്ലാം ഏറ്റുപറയണം. മഹാക്ഷേത്രങ്ങൾ തോറും തീർത്ഥാടനത്തിനായി ഞാൻ പോവുകയാണ്. എന്നെ ആരും അന്വേഷിക്കണമെന്നില്ല. മനസ്സിന് ശാന്തി ലഭിക്കുമ്പോൾ ഞാൻ തിരിച്ചു വരും. എന്റെ ഈ തീരുമാനം കേട്ട് നിങ്ങൾ വിഷമിച്ചേക്കാം. ക്ഷമിക്കണം. എല്ലാം ഈശ്വര നിശ്ചയമാണെന്ന് മാത്രം കരുതുക. സ്നേഹപൂർവ്വം, മുകുന്ദൻ. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് എന്നെ ഫോണിൽ വിളിച്ചതാ. വരാൻ കുറെ വൈകുന്നല്ലാതെ ആ സംസാരത്തിലൊരു വ്യത്യാസം ഉള്ളതായി എനിക്ക് തോന്നിയില്ല. മുകുന്ദന്റെ കാറ് നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ വാതിക്കലാണ് കിടന്നത്. രാത്രിയിൽ നോർത്തിൽ നിന്ന് ട്രെയിനുകൾ ചെക്ക് ചെയ്യാൻ എല്ലാ സ്റ്റേഷനിലും ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. DGP തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. പോലീസും സർക്കാർ മെഷീൻസും പരമാവധി അന്വേഷിക്കും. ഏട്ടത്തി വിഷമിക്കാതിരിക്കെ. എവിടെ പോയാലും ഏട്ടനെ നമുക്ക് കണ്ടുപിടിക്കാം. എനിക്കിത് അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ഭാഷയിൽ അവൻ മാനസാന്തരപ്പെട്ട കുരിശിന്റെ വഴിയെ പോയി എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാലും കമ്മീഷൻ മുകുന്ദന്റെ ഈ മാനസാന്തരം മഹാ അത്ഭുതം തന്നെ. ഈ ദുഷ്പ്രവർത്തികൾ ചെയ്ത് അതിന്റെ മാക്സിമത്തിൽ എത്തുമ്പോ ചിലർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് സാറേ. ഇനിയിപ്പോ നോക്കിക്കോ, ലോകപ്രശസ്തനായിട്ടുള്ള വല്ല സ്വാമിയായിട്ടോ വല്ല ബാബയായിട്ടോ അങ്ങനെ തിരിച്ചു വരും. താൻ ആള് കൊള്ളാമല്ലോടെ മേനോനെ. പക്ഷെ ഒരു കാര്യം, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടാക്കി അതിന്റെ മുകളിൽ കയറിയിരുന്ന് രസിച്ചു സുഖിച്ചിരുന്ന മുകുന്ദൻ സാർ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ മുങ്ങണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും നിഗൂഢത ഉണ്ടാവുമടോ? ഒരു നിഗൂഢതയില്ല സാറേ. അങ്ങേറെ ജാതകത്തിൽ 52-ാമത്തെ വയസ്സിൽ സന്യസിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഹെഡ് ക്ലർക്ക് ശോശാമ്മ പറഞ്ഞു. അല്ല, കമ്മീഷൻ രഹസ്യ ജാതകം എന്നും വായിക്കുന്നവളാണല്ലോ ശോശാമ്മ. അത് കറക്റ്റ് ആയിരിക്കും സാറേ. സാറേ ഒരു സ്വീറ്റ്സ്. അല്ല, ഒറ്റ ദിവസം കൊണ്ട് താൻ കളം മാറ്റി ചവിട്ടിയോ? ഇന്നലെ വരെ അയാളെ പുകഴ്ത്തി പാട്ടും പാടി നടന്നയാളല്ലേ? ഇത് താനടാ പോലീസ് അല്ലേ കുഞ്ഞിരാമ? അതെ സാറേ. അന്നെന്ന് കാണുന്നവനെ അപ്പാന്ന് വിളിക്കുമെന്നാണല്ലോ പോലീസ് മാനുവെച്ചൂര് പറഞ്ഞിരിക്കണത്. പുതിയ കമ്മീഷൻ വരുന്നവരെ സാറിനാണല്ലോ ചാർജ്. ഒരു സീറ്റ് കൂടെ ചിന്ന സാറേ. ഓ, എന്തൊരു സ്നേഹം. കേട്ടോ ജെയിംസ് സാറേ, കമ്മീഷൻ സാറേ നമ്മളെയൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി ചില പണി ഒപ്പിച്ചതാവും. സാറ് നോക്കിക്കോ, അങ്ങനെ ചിലപ്പോ നാളെ മറ്റന്നാളെ തിരിച്ചു വരും. ഭഗവതി, അങ്ങനെ സംഭവിക്കോ? സംഭവിക്കാനും മതി. അതുകൊണ്ട് താൻ ഈ മിഠായി കൊടുക്കൽ നിർത്തിക്കോ. മിഠായിയുടെ കാശും പോയി. പറ്റിയ സമയത്ത് തന്നെ നീ വന്നല്ലോ. വാ. അല്ല സഞ്ജീവേ, നീ വല്ല കൂടോത്രം ചെയ്തോടാ? എന്താ സർ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. എടാ, യഥാർത്ഥത്തിൽ ലോട്ടറി അടിച്ച നിനക്കാ. കമ്മീഷൻ മുകുന്ദൻ മേനോൻ ആത്മീയ മാനസാന്തരം വന്ന് വീടും നാടും വിട്ട് പുറപ്പെട്ടു പോയി. എങ്ങോട്ട്? ആർക്കും അറിയില്ലടാ. ഏതായാലും അയാൾ കത്തെഴുതി വെച്ചിട്ടാ പോയേക്കണേ. അതുകൊണ്ട് മറ്റൊന്നും സംശയിക്കേണ്ട കാര്യമില്ല. അയ്യോ, നമ്മുടെ സത്യവാൻ അയ്യപ്പൻ ചേട്ടന്റെ മോനല്ലയോ? ആണോടോ? ഭാഗ്യം ഉണ്ടെങ്കിൽ ഇത്തവണത്തെ SI സെലക്ഷനിൽ ഇവനും ഉണ്ടാവും. ഇനിയിപ്പോ എന്റെ ഭാഗ്യം സാറിന്റെ കയ്യിലാണല്ലോ. സാർ ഉദ്ദേശിച്ച എന്റെ പേപ്പർ ശരിയാക്കാമല്ലോ. ഒരു 2 ദിവസത്തോടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ടും കമ്മീഷണർ വന്നില്ലെങ്കിൽ ഞാൻ തന്നെ അത് ഒപ്പിട്ടയച്ചോളാടാ. മുകുന്ദൻ സാറിനെ പറ്റി പോലീസ് അന്വേഷണം വല്ലതും ഉണ്ടോ സർ? ഉണ്ടോന്നോ? വെറൊരു സിറ്റി പോലീസ് കമ്മീഷണർ അല്ലോ അബ്സ്കോണ്ടായിരിക്കുന്നേ. കേരളം മുഴുവൻ നിയന്ത്രിക്കുന്ന മാമ്പള്ളി ഫാമിലിയുടെ ഹീറോ അല്ലേ? 4 പാടും പോലീസ് സെർച്ച് ചെയ്യുവാണ്. മഹാക്ഷേത്രങ്ങൾ പോലും നോക്കാൻ ഓർഡർ കൊടുത്തിരിക്കുക. ആത്മീയ മാനസാന്തരമാണല്ലോ. പട്ടി തുറന്നു വിടാനെ, തുറന്നു വിടാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ചവിട്ടി നടുവോടിക്കും ഞാൻ. നിന്റെ ശവം പോലും കമ്മീഷൻ 3 വെളി കാണിക്കില്ല. തുറക്കാൻ. ദൈവമേ, കഴിഞ്ഞ ജന്മം ഞാൻ ഏതോ കണ്ടാമൃഗത്തെ കല്ലെറിഞ്ഞെന്നാ തോന്നണത്. അതല്ലേ ഈ ജന്മം ഈ കണ്ടാമൃഗത്തിന് മുമ്പിൽ വന്ന് പെട്ടത്. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല കമ്മീഷൻ സാറേ. ഇതെന്റെ ഡ്യൂട്ടിയാണ്. ഇതാണ് വാട്ടർ ടാങ്ക്. കമ്മീഷണർ മുകുന്ദൻ മേനോന് വേണ്ടി മാത്രം നിർമ്മിച്ചതാ.
ഇങ്ങനെ വിളിച്ചാൽ വെള്ളം കിട്ടും. എപ്പോ ആവശ്യമുണ്ടെങ്കിലും അഞ്ഞു വലിച്ചോളാം. കുളിക്കാനും മറ്റു അത്യാവശ്യങ്ങൾക്ക് ഉപയോഗിക്കട്ടാ. വെള്ളം ദുർവിനിയോഗം ചെയ്യരുത്. വാട്ടർ പ്രഷസ് ആണ് അത്. നീ ആരോടാ കളിക്കുന്നറിയോടാ പട്ടി? അധികം ബലം കൊടുക്കണ്ട കമ്മീഷൻ മോനെ. കൈയൊടിയും. ആന പിടിച്ചാലും അനങ്ങാത്ത തടിയാ. നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യും. താൻ കോപ്പി ചെയ്യും. ഒന്ന് അലറാതെ കിടക്കണോ. എന്നെ ദേഷ്യം പിടിപ്പിച്ചോ. പച്ച വെള്ളം തരലേ. ആ അയ്യപ്പൻ ചേട്ടനും സഞ്ജീവൊക്കെ ഒന്ന് എന്റെ കാല് പിടിച്ചതില്ലടോ. അപ്പൊ തമ്മിലെ കൊണാറായി. അനുഭവിക്കണോ അനുഭവിക്ക്. കണ്ടില്ലേ വവ്വാലി ചുണ്ടലി കൂട്ടിലെട്ടല്ല. അപ്പൊ പോട്ടെ ടാറ്റാ. അയ്യോ ചപ്പാത്ര ആരും മറന്നുപോയി. എത്രണ്ണം വേണം? ഒരു നേരം 3 എണ്ണം. ബാക്കി നാളെ കൂടുതൽ നാളെ കൊഴുപ്പ് കൂടും. ഇപ്പൊ തന്നെ കൂടുതലാണ് ട്ടാ. പിടിച്ചോ. അമ്പടമില്ല. ക്യാച്ച് എടുത്തല്ലേ. അപ്പൊ ഞാൻ ഔട്ട്. കഷ്ടം. ചിക്കനും മട്ടനും ബട്ടറും ഒക്കെ കഴിച്ച് സുഖിച്ച് ജീവിച്ച മഹാനല്ലായിരുന്നു. എവിടാ നിന്റെ മറ്റവൻ? ആ പന്നിയുടെ മോൻ. അവനോട് വരാൻ പറ. ചോണയുണ്ടെങ്കിൽ എന്റെ കൺമുന്നിൽ വരാൻ പറ. ആര് സഞ്ജീവോ? അവൻ വരില്ല. അവൻ ഭയങ്കര വാശിയില്ല. ഇനി SI വേഷം കിട്ടിയിട്ടേ സാറിന് മുമ്പിൽ വരൂന്നാ പറഞ്ഞേക്കണത്. അയ്യോ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ സഞ്ജീവനെ നാളെ SI സെലക്ഷന്റെ ടെസ്റ്റിന് വേണ്ടി പോവുക. അപ്പൊ പോട്ടെ ടാറ്റാ. മിടുമിടുക്കനായിട്ട് ട്രെയിനിങ് പൂർത്തിയാക്കണം. അയ്യപ്പൻ നായരുടെ മകൻ ഒന്നിനും പിന്നിലാകരുത്. ഭയങ്കര കഷ്ടപ്പാടുണ്ടാവുന്ന അച്ഛൻ പറഞ്ഞേ. ആഹാരമൊക്കെ ശരിക്കും കഴിച്ചോണേ. പിന്നെ ഇൻസ്പെക്ടറായിട്ട് വരുമ്പം എനിക്ക് കൊറേ ഉടുപ്പ് മേടിച്ചു തരണം. എന്റെ മോൾ കുടുപ്പ് മേടിക്കാനല്ലേ മാമൻ ജോലിക്ക് പോകുന്നത് തന്നെ. സോന കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. ഈ കത്തിവാലിന് എന്തിനാ സ്കൂട്ടർ കയറ്റിയത്? കഥകളിക്കാരെ കത്തിന്ന് വിളിച്ചാണ്ടല്ലോ. വിളിച്ച മോളെ, ഇത് കത്തിയല്ല, വെട്ട് കത്തിയാ. സ്കൂട്ടറിന്റെ പുറകിലിരുന്ന് കഥ കളിയാ. ഇവനെ എവിടെ നിന്ന് കിട്ടി നോക്ക്. ആ കളപ്പരക്കൽ വീടിന്റെ മുന്നിൽ നിന്ന് ചുറ്റി കളിക്കായിരുന്നു. അതെ, രഹസ്യം പറഞ്ഞു നിന്നാ ട്രെയിൻ അങ്ങ് പോവും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പല വരട്ടെ. എന്റെ കാര്യം അതോ ചിനുമോളെ. അവര് തമ്മിൽ നല്ല ചേർച്ചയാ അല്ലേ അമ്മേ? ആ ട്രെയിനിങ് കഴിഞ്ഞ് വന്നോട്ടെ. എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? അല്ല, മനുഷ്യന്റെ ഒരു അവസ്ഥയെ പറ്റി ചിന്തിക്കായിരുന്നു. കൂടുതൽ ചിന്തിച്ചത് അളവുണ്ടാക്കണ്ട കേട്ടോ. തൽക്കാലം എന്നെ പറ്റി ചിന്തിച്ചോ, അതാ നല്ലത്. അല്ല സഞ്ജു, നമുക്ക് ഈ സ്കൂട്ടർ നേരെ അങ്ങ് തിരുവനന്തപുരത്തിന് വിട്ടാലോ? അടിച്ചു പൊളിച്ച് ജോലിയായിട്ട് പോവാം. എന്ത് പറയുന്നു? ഞാൻ റെഡി. അപ്പൊ അടിച്ചു പൊളിക്കാൻ മോഹമുണ്ട്.